കൂളിംഗ് ഗ്ലാസ് മറ്റേ ഇതിനുള്ള മഴ ഉള്ളൂല അടുത്ത നമ്മളിപ്പോ ഉള്ളത് ബാനാസുര ഡാമിലാണ്. പാർക്കാന്ന് വരുന്നത്, ഡാമ കാണാൻ പോവാണ്. അപ്പൊ ഇവിടുന്ന് ട്രാവലറിൽ കയറിയിട്ട് പോകും. ട്രാവലറിന് എത്ര 25? അങ്ങോട്ട് മാത്രം ഉള്ളെങ്കിൽ 15 റിട്ടേൺ ഉണ്ടെങ്കിൽ 25. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാടെ പോവാണ് അല്ലേ. ഇവിടെ കുറെ പാർക്കൊക്കെ ഉണ്ടല്ലേ, ഹൊററൊക്കെ ഉണ്ട്. മഴ ചെറുതായിട്ട് മാറുണ്ട്. നടപ്പാത അവിടെ എഴുതി വെച്ചിട്ട് 8:30 to 6:15 വരെ ടൈം. 6:15 വരെ ടൈം. ഒക്കെ ഇതിലെ നടപ്പാതാ. നല്ല കാലാവസ്ഥ, നല്ല മഴയാണ്. അപ്പൊ കാണിച്ചുതരാം. എൻ്റെ ബാക്കിൽ ഇങ്ങനെ കാണുന്നുണ്ടോ. പിന്നെ അവിടെ ടിക്കറ്റ് കൗണ്ടർ എന്താ DJ എന്തൊക്കെ പരിപാടികളൊക്കെ ഉണ്ട് ബാക്കിൽ കാണുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ നമ്മൾ നിന്ന് പിന്നെ റൂമും കാര്യങ്ങളും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഇപ്പുറത്തു നിന്നാണ് നമ്മൾ 1 കിലോമീറ്റർ ഇങ്ങോട്ടാണ് ഡാം എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഡാമിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. ഓക്കെ, ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് ട്രാവലർ ഉണ്ടാണ്ട് മേലേക്ക് പോകണമെങ്കിൽ. അപ്പം മഴ പെയ്തതുകൊണ്ട് ട്രാവലർ പോയതും കൊണ്ടും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യുന്നു. അതാട്ടോ മേലെ കാണണം. നമ്മൾ ഇതിലൂടെ പോകും. അത് നമ്മൾ കാണിച്ചു തരാം, കൈകളൊക്കെ കാണിച്ചു തരാം. മഴ ചളിയുണ്ട് വണ്ടിയില്. കോട്ടിട്ട് നടന്നു തരല്ലേ. ഞാൻ ബാക്കിലെ വിഷയം എടുക്കും, മുന്നത്തെ ഇട്ടില്ലെങ്കിൽ. വൈബ് ബാക്കത്തെ വിഷയം നമ്മള് ഫ്രണ്ടൊക്കെ എടുക്കാൻ കഴിഞ്ഞല്ലോ ആളോണ്ട്. നല്ല മയും കാര്യങ്ങളും. കുഞ്ഞാപ്പോ നടന്ന് കയറുന്ന ആൾക്കാർ കുറെ ഉണ്ടല്ലേ. വടക്കെ ഉണ്ടെങ്കിൽ നടന്നേ. നടക്കണെങ്കിൽ കുറെ ദൂരം ഉണ്ടല്ലേ. അപ്പൊ ഒക്കെ മഴ ചെയ്തോണ്ട് പെട്ടു തീർക്കോ. പെട്ടു മഴ കാരണം എല്ലാവരും പെട്ടു. ഞങ്ങൾ വണ്ടി വെച്ചു. നടക്കണ റൂട്ടല്ല, ഇതിൽ കൂടെ അല്ലേ നടന്നു തന്നെ. ട്രക്കിങ് പോയി അങ്ങനെ കൂടെ തൂങ്ങിയാ മതി. ആണോ? മുനീറൊക്കെ പിടിച്ചു നോക്ക്. ചേട്ടാ അടുത്ത ചേട്ടാ. അതാണ് വൈബ് സ്ഥലത്ത്. മഴ
നല്ല മഴയാണല്ലോ, എല്ലായിടത്തും മഴയാണല്ലോ. ഇവിടുന്ന് ഇങ്ങനെ കാണാനേ ഇത് ഇവിടുന്ന് കണ്ടാ മതി. ഇതന്നെയാണ് സ്ഥലം. അങ്ങനെ മഴ ഇല്ലെങ്കിലേ അടിപൊളി സ്ഥലമായിരുന്നു, അടിപൊളി വൈബായിരുന്നു. മഴ ഇല്ലെങ്കിൽ അല്ല ഇത് പറയണ്ട് ഇവിടെ ഒക്കെ മൂടുമാരുണ്ട്, ആ സെൻട്രത്തൊക്കെ മൂടുമാരുണ്ട്. മഴ അതൊന്നും മൂടില്ല. അവിടെ കണ്ടില്ല മണ്ണിന്റെ കളറില്ലാത്ത ചളിയായിട്ടല്ലേ കവർ ചെയ്യും. കവർ ചെയ്തിട്ട് ഇങ്ങനെ വഹിച്ചാണെങ്കിൽ നാളെ തന്നെ ചെയ്യും. ഇങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ നല്ല പ്രദേശത്തിൽ കിടക്കണം. ഇത് നമ്മളെ ഗൈഡാട്ടോ, ഗൈഡാണ്. കടല് വൈബായത് വൈബായത്. ആ മണ്ണ് ചുവപ്പ് ഇവരുടെ കള്ള് ഇവിടുത്തെ ട്രൈബൽസിന് മാത്രമേ കഴിയുള്ളൂ. ഇവിടുത്തെ ട്രൈബൽസ് പറഞ്ഞാൽ ഇവിടുത്തെ ലോക്കൽസ് ആളുകൾക്ക്. നമ്മള് കാര്യങ്ങൾ പറയണേ, അതിനൊക്കെ എന്ത് പാഠം ഉൾക്കൊള്ളാന്നല്ലാതെ ഇതപ്പോ ഒന്നും ക്ലിയർ ഉണ്ടല്ലേ? ഇവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. പോരെ മയത്ത് മയത്ത് അതിജീവിച്ച് ആ ജീവിച്ച് ഇങ്ങോട്ട് വാ തിരിഞ്ഞിട്ട്. മഴയുള്ള സമയത്ത് നമുക്ക് നല്ല വീഡിയോ എടുക്കുന്നത്, കാരണം അപ്പൊ ആരും ഉണ്ടാവില്ല. ആരുണ്ടായാലും ഇപ്പൊ നമ്മള് ഫ്രണ്ടാണല്ലോ. നല്ല സ്ഥലമാട്ടോ, നല്ല വൈബ് സ്ഥലം അല്ലേ. അത് നടക്കണമെങ്കിൽ അവിടെ നിന്ന് അയിക്കൂടെ നടന്നു തന്നെല്ലേ. എന്താ ഇതെടുത്തോ? പിന്നെ സോറി മോനെ ഇപ്പൊ നടന്നു പോരാണെങ്കിൽ അയിക്കൂടെ നടന്നു പോരുന്നു. വണ്ടിക്ക് പോരാണെങ്കിൽ അതിൽ പോരാ. കണ്ടോ, ഞാൻ തലക്കെത്തണം. ഞാൻ ഇവിടെ ഈ ഭാഗം കാണിച്ചു തരാം. ഇനിയിപ്പോ ഞാൻ തിരിച്ചാളണ്ടേ? ആ ഓട്സ് വർക്കാനാ വള്ളം പോവാന്. ആ ബോട്ടിങ് ഉണ്ടല്ലോ അവിടെ. അവിടെ ബോട്ടിങ് താഴത്ത്. അപ്പൊ ഇല്ല അങ്ങോട്ട് പോണ്. എവിടെ എവിടുന്ന തുടങ്ങണ്? അപ്പൊ അങ്ങോട്ട് ഇവിടെ എൻട്രി ബോട്ടിങ്ങിന്. ബോട്ടിങ്ങിന്റെ ഏരിയ ഉണ്ടല്ലോ അവിടെ. ഇവിടെ ഫോട്ടോസാട്ടോ, ഫോട്ടോസാണ്. വീഡിയോ അല്ല, വീഡിയോ ഒന്ന് എല്ലാവരും കട്ട് ചെയ്തെടുക്കുക. ക്യാമറ ഒപ്പം ചേർന്നു. മഴ പെയ്തു. ക്യാമറ ഒപ്പം ചാടേണ്ടി വരുമോ? ക്യാമറ മുന്നിക്കുന്നു. നാട്ടിലത്തെ മഴ കൊള്ളാൻ കഴിച്ചു. ഇവിടെ ഒന്നും മഴ ഉള്ളല്ലേ. അയ്യോ കൊയ്ങ്ങി. ഓടിക്കോളി ഓടിക്കോളി. അപ്പോൾ ബോട്ടിങ്ങിനുള്ള സൗകര്യം കേട്ടോ. ആ തൽക്കലാണ്. ഇതിലെങ്ങനെ ഏരിയയിലുണ്ട്. അവിടെ എന്താണ് അറിയില്ല, എന്തോ സംഗതി. നല്ല കാണാൻ അഭ്യർത്ഥന സ്ഥലം കേട്ടോ. നല്ല അടിപൊളി സ്ഥലം കാര്യമാണ്. മഴയാണ് ഒന്നാമത്. മഴ ഇത് കഴിഞ്ഞു. എല്ലാവരും ഇതാണോ സോളാറാണ്. അടിപൊളി സോളാറാ അല്ലേ. ആ തല വരെ അല്ലേ. ഒക്കെ വണ്ടി എന്തെങ്കിലും കണ്ടുണ്ടാവും. ഒക്കെ അവിടെ എത്തി.
ഡാമോടെ ആ എന്നാ വാ വരി ഇവിടെ മഴ കൊള്ളൂലാറിന് പോകുന്നതാ ഇത് പുള്ളി ചോർച്ചാണല്ലോ കണ്ടേ ഇത് മഴ കൊള്ളൂലാന്ന് പോകുന്നത് അത് പുള്ളി ചോർച്ചാണല്ലോ ആ സോളാറാണ് അവിടുന്ന് സീറ്റാണ് പോകുന്നല്ലേ പക്ഷെ ഇത് നല്ലൊരു നേക്കുണ്ട് കാണാൻ ഈ വെള്ളം ചാടുന്നത് ഇത് ഓടുക ആയിട്ടില്ല ഓടല്ലേ ആയില്ല ഓടല്ലേ ഞാൻ കൊയ്യണ് എന്നാ അവൻ്റെ ഓടുന്ന വീഡിയോ കടക്ക് ഇവിടെ ലാസ്റ്റിക്ക് വന്നതാട്ടോ ഇവിടേക്ക് നോ എൻട്രി ആണ് പിന്നെ അതിലൊന്നും പോകാൻ പറ്റില്ല ഞാൻ പ്രവേശനമില്ല എല്ലാം അങ്ങോട്ട് നോ എൻട്രി ആണ് അപ്പോൾ അതുവരെ ഉള്ളൂ പാസേജ് വരുന്നത് ഇവിടെ നിന്നുള്ള വ്യൂ സോളാറാട്ടോ ഇവിടെ കാണുന്നത് സോളാറാണ് നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന് കാണാം അടിപൊളി വ്യൂ ആണ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉള്ള തൽക്കലാണ് കോടം മൂടിയ മലകളും വശങ്ങളൊക്കെ കാണാൻ നല്ല രസമാണ് ഞാൻ ഡാമിൻ്റെ പോകുമ്പോൾ ഡാമിൻ്റെ ഭാഗം കാണിച്ചു തരാം അതിലിങ്ങനെ പോയതാണ് ഡാം പക്ഷെ അങ്ങോട്ട് എൻട്രി ഇല്ല ഇപ്പോൾ എന്തുകൊണ്ടും അറിയില്ല നേരെ ഈ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കേട്ടോ അടിയിൽ കൂടെ അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ ട്രാവലർ കയറിയത് നടന്നു വരാണെങ്കിൽ ഇപ്പുറത്ത് കൂടെ നടന്നു വരാം ഇവിടെയും മല നിരകളുണ്ട് മഴ ആയതുകൊണ്ട് കാട് മൂടി കിടക്കണ മലനിരകളൊക്കെ ആണ് അപ്പോൾ ഇത്ര തന്നെയുള്ളൂ അടുത്ത കാഴ്ചകൾ അപ്പോൾ ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് തിരിക്കണം ഇവിടെ ഇങ്ങനത്തെ ഒരു ആക്സറീസ് മാടുണ്ട് നല്ല ലെങ്ത് ഉണ്ട് ആ തലക്കന്നേ ഉള്ളതാണ് മണ്ടയില്ല അപ്പൊ നമ്മള് ബോട്ട് സർവീസ് പറഞ്ഞതല്ല അവിടെ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കയറാൻ വെച്ചാൽ അലോട്ടില്ല അപ്പൊ ഏതായാലും ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ആദ്യം ചാടിക്കോ ചാടേ ഞങ്ങൾ ഒരു 5 എണ്ണം ഉണ്ടാക്കി കാണിച്ചുതരാം സെറ്റാണ് നോക്കി അതിന് ഒരേ സ്റ്റാൻഡിൽ നിക്കണം സാർ ക്യാമറ ഒരേ ആംഗിൾ ടൈം ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാം 5 അങ്ങോട്ട് ഓടി സൈഡിലിട്ടോ ഞാൻ മാറും എന്നിട്ട് 5 സൈഡിൽ നല്ല സൈഡ് അത് എടുത്തു അങ്ങനെ 13 അങ്ങനെ ലെയറാക്കി അങ്ങ് വെക്കും സ്റ്റാർട്ട് ഫസ്റ്റ് എടുക്കുക എല്ലാവരും ഹീറോ എല്ലാവരും ഉണ്ടല്ലോ ക്യാമറ ഒരേ ആംഗിൾ സെറ്റ് ചെയ്യണം ആദ്യം ട്രൈപാഡ് ഫിഷ് സ്പാ അപ്പോൾ ഇതിലൂടെ നടന്നു പോയാലോട്ടോ ബോട്ടിങ്ങിനുള്ള സൗകര്യമുള്ള ഇതിലൂടെ അങ്ങനെ പറയാൻ പോകണം അങ്ങോട്ട് പോകണം വണ്ടി ഒന്ന് തിരിച്ചു പോകണം അത് വീണ്ടും ബസ്സില്ലേ നമ്മൾ നേരെ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ട് തിരിച്ചു പോകുന്ന നമുക്ക് ഷട്ടർ ഇട്ട ഭാഗം കാണാം ഡാമിൻ്റെ ഷട്ടർ ഇട്ട ഭാഗം കാണാം ബാക്കിൽ അങ്ങോട്ട് പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമുക്ക് കാണാം അപ്പോൾ അതും പാടങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടത്തുള്ള ബെല്ലൈക്കനും പാടെ നിൽക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണും വരെ ഓക്കെ ബൈ